സംസ്ഥാനം ഒട്ടാകെ തന്നെ തുലാവർഷം ശക്തമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ 2 ജില്ലകൾ കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിൽക്കുന്നത്. മലയോര മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നതും നമ്മൾ നോക്കുകയാണ്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് കടന്നു പോകാൻ സാധ്യതയും കൂടിയുള്ളത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇരട്ട ന്യൂനമർദ്ദത്തിൻ്റെയും ചക്രവാത ചുഴിയും ഇവിടെയും സ്വാധീന ഫലത്തിൽ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇന്നലെ രാത്രി തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴയാണ് പെയ്തത്. ഇടുക്കിയിൽ തീവ്ര മഴ ശമിച്ചതോടെ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് നേരിയ കുറവുമുണ്ട്. 138.5 അടിയാണ് ജലനിരപ്പ്. വിവരങ്ങളുമായി നിരവധി പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അരുൺ മോഹൻ ചേരും. അരുൺ, തലസ്ഥാനത്ത് മഴയുടെ ശക്തി എങ്ങനെയുണ്ട്? ഇന്ന് കാലത്ത് തന്നെ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ മഴ പെയ്തിരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഇന്ന് എങ്ങനെയാണ് തലസ്ഥാനത്തെ സാഹചര്യം? ഹരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ രാത്രി വൈകിയും തുടരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു തെക്കൻ മലയോര തീരദേശ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ നേരിയ ശമനമുണ്ടെങ്കിലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ മഴ നേരിയ തോതിൽ, അതായത് ശക്തമല്ലാത്ത രീതിയിൽ പെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത് മലയോര മേഖലകളിൽ ഉൾപ്പെടെ, അതായത് നെയ്യാർ റിസർവുകൾ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീരദേശ വാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇവിടെ നൽകിയ ഒരവസ്ഥയുണ്ട്. കാരണം ഇന്നലെ തന്നെ മലയോര മേഖലയിലുള്ള പ്രദേശത്തേക്കുള്ള യാത്രകളൊക്കെ രാത്രി യാത്രകൾക്കൊക്കെ ജില്ലാ ഭരണകൂടം പ്രാദേശിക ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിൽ സാധ്യതയ്ക്കുള്ള ഫലമായതിനാൽ രാത്രികാല യാത്രകളൊക്കെ വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യണമെന്നുള്ള പ്രാദേശിക ഭരണകൂടങ്ങളുടെ മുന്നറിയിപ്പ് ഇവിടെ പ്രദേശവാസികൾക്കൊക്കെ നൽകിയിരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അതേപോലെ തന്നെ പുഴിയൂര്, പൂവാർ തുടങ്ങിയ കടൽ മേഖലകളിൽ, തീരദേശ മേഖലകളിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരുന്നത്. കാരണം ശക്തമായ കാറ്റിനും കൂടി സാധ്യത ഉള്ളതുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്നുള്ള ആശ്വാസം നമുക്ക് പറയാനുള്ളൂ. അതേസമയം വലിയ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കള്ളിക്കാട് ഭാഗത്ത് ഒരു കെട്ടിയിരുന്ന ഒരു ബണ്ട് റോഡ് ഉണ്ടായ ഒരു തകർച്ച ഒഴിച്ചാൽ, അത് നേരിയ തകർച്ചയാണ്, ഒഴിച്ചാൽ മറ്റ് നാശനഷ്ടങ്ങൾ ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ ഒരു വാർത്ത. ഹരി, അതായത് സംസ്ഥാനത്തൊട്ടാകെ തന്നെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പോലും തെക്കൻ മേഖലകളിലേക്ക് വലിയ മഴ പെയ്യുന്നില്ല. അതായത് വടക്ക് അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും വലിയ ശക്തമായ മഴ ഇല്ലെന്നുള്ളത് വേണോ കണക്കാക്കാൻ? അങ്ങനെ പറയുന്നില്ല. മഴ പെയ്യുന്ന സ്ഥലത്ത് ശക്തമായി പെയ്യും. അത് ചില സ്ഥലങ്ങളിൽ മഴ ഇല്ലാത്തൊരു സാഹചര്യവും കാണുന്ന. കാരണം ഒരു പ്രദേശം തിരിഞ്ഞുള്ള മഴയാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചില പെയ്യുന്ന സ്ഥലത്ത് ശക്തമായി 1 മണിക്കൂർ 1.5 മണിക്കൂർ തോരാതെ പെയ്യുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. റോഡുകളിൽ കേടായി കിടക്കുന്ന റോഡുകളിലൂടെ യാത്ര ദുസ്സഹമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതേസമയം ഒരു പരക്കെയുള്ള മഴ പല പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മഴ ഉണ്ട്, ശക്തമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തി ജില്ലയായ കന്യാകുമാരിയുടെ പ്രദേശം കൂടി ചേർന്ന് കിടക്കുന്ന പ്രദേശം കൂടിയാണ്. അവിടെയും ഈ പറഞ്ഞതുപോലെ മഴ മുന്നറിയിപ്പും അവിടെയുള്ള ഭരണകൂടങ്ങളും നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഹരി, അപ്പോൾ അതാണ് സാഹചര്യം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായ മഴ പെയ്തിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഒരു നേരിയ ശമനം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പോലും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പെട്ടെന്ന് ഒരു 1.5 മണിക്കൂർ പെയ്യുക, പിന്നീട് നിൽക്കുക, അങ്ങനെ ഒരു സാഹചര്യമൊക്കെയാണ് നിൽക്കുന്നതായിട്ടാണ് അരുൺ മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടുക്കിയിൽ നിന്നും പ്രിൻസും കൂടെ ചേർന്നുണ്ട്. പ്രിൻസ്, ഇടുക്കിയിൽ ഒരു പ്രളയ സാധ്യത അല്ലെങ്കിൽ ഒരു പേമാരി സാധ്യത തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത്. വളരെ ശക്തമായ മഴ ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്. നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായിരുന്നു ഇടുക്കിയിലെ മഴ. പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ പുഴകളിലൊക്കെ വെള്ളം ക്രമാതീതമായി ഉരുകയും വീടുകളിലേക്കും ഒക്കെ കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്ന് തന്നെ പറയാം. കഴിഞ്ഞ രാത്രി മഴയ്ക്ക് കുറവുണ്ട്. പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ അടക്കമുള്ള മേഖലകളിലെ പ്രദേശങ്ങളിലൊക്കെ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. കുമ്പളി, നെടുങ്കണ്ടം, വണ്ടിപ്പെരിയാർ തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴ പെയ്യുകയും പ്രളയ സാധ്യതയൊക്കെ ഉണ്ടാകുകയും ചെയ്തത്. കല്ലാപ്പുഴയൊക്കെ കരകവിഴുന്ന സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഈ മേഖലകളിലൊക്കെ മഴ നന്നായി കുറഞ്ഞിട്ടുണ്ട്. ആശ്വാസകരമായ കാര്യം തന്നെയാണിത്. ഇപ്പോൾ മുല്ലപ്പെരിയാറിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിരിക്കുന്നു. എങ്കിലും നിലവിലും മുല്ലപ്പെരിയാർ ജലാശയത്തിൽ നിന്നും സ്പിൽവേ ഷട്ടറിലുള്ള വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഏകദേശം 7300 ക്യൂസെക്സോളം വെള്ളമാണ്
വെള്ളം സുലുവയിലൂടെ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നു. ഒപ്പം ട്രൽ മാർഗം 1400-1600 ക്യൂസെക്സോളം വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അതിന് ആനുപാതികമായി ഇപ്പോൾ നിലവിൽ വെള്ളം ഒഴുകിയെത്തുന്നില്ല. ഒഴുകിയെത്തുന്ന ജലാശയത്തിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന, അല്ലെങ്കിൽ ശരാശരിയായി ഒഴുകിയെത്തുന്ന വെള്ളത്തിന് ആനുപാതികമായി തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു സ്ഥിതി ഉള്ളതിനാൽ ജലനിരപ്പ് കൂടുതലായി ഉയരാത്ത ഒരു അവസ്ഥയുമുണ്ട്. ഇപ്പോൾ നിലവിൽ 138.5 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. മറ്റ് ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പിലും കാര്യമായ വർധനമൊന്നുമില്ല എങ്കിലും ആശങ്കജനകമായ സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് കണക്കൂട്ടൽ. എന്നാൽ വരും മണിക്കൂറുകളിലൊക്കെ മഴ വീണ്ടും ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടുതൽ മുല്ലപ്പെരിയാർ അടക്കമുള്ള അണക്കെട്ടിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. നിലവിൽ പെരിയാർ നദിയിലെ ജലനിരപ്പും ഉയർന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീടുകളിലേക്ക് വണ്ടിപ്പെരിയാർ, വാളാർടി, വള്ളക്കടവ് തുടങ്ങിയ മേഖലകളിലൊക്കെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വരും മണിക്കൂറുകളില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരങ്ങളിലുമൊക്കെ മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് നിലവിലെ ഇടുക്കിയിലെ സാഹചര്യം. അങ്ങനെ ഇപ്പോൾ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് പ്രിൻസും ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് നൽകുന്നത്. തലസ്ഥാനത്തും നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളത് വേണം കണക്കാക്കാൻ. പക്ഷേ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ ബാക്കി എല്ലായിടത്തും യെല്ലോ അലേർട്ട് സാഹചര്യം തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. എല്ലാ ശക്തമായ മഴ തുടരാനുള്ള ഒരു പശ്ചാത്തലവും കൂടിയാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും അരുൺ മോഹനും പ്രിൻസ് ജെയിംസുമാണ് വിവരങ്ങൾ നൽകിയത്.